ബ്രസീൽ vs കൊളംബിയ മത്സരം. ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, വിനീഷ്യസ് ജൂനിയറും റാഫിനെയും തകർത്ത് കളിച്ചൊരു മത്സരം. ഒരുപാട് മുന്നേറ്റങ്ങൾ, ആ 2 ഗോൾ മാത്രമല്ല, ഒരുപാട് മുന്നേറ്റങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സംഭവം മത്സരം കുറച്ച് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം, ബ്രസീലിൻ്റെ ആ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മുന്നേറ്റ നിരയുടെ ആ ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ബെറ്റർ ആവാനുണ്ട് മത്സരം. എങ്കിലും നല്ലൊരു റിസൾട്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടി. അല്ലെങ്കിൽ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറുടെ ഭാഗത്ത് നിന്ന് ഓരോ ഗോളുകളും, റാഫിന്യ ഒരു പെനാൽറ്റി ആണെങ്കിൽ പോലും നല്ല 2 ഗോളുകൾ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഗോൾ ഒരു 1.5 ഗോൾ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം നിർണായക സമയത്താണ് ബ്രസീലിനെ വിജയവഴിയിലെത്തിച്ചങ്ങാണ്ട് വിനീഷ്യസിൻ്റെ ഒരു ബുള്ളറ്റ് ഗോള് നമുക്ക് കാണാൻ കഴിഞ്ഞതിലെ. ക്ലബിന് വേണ്ടിയിട്ട് മാത്രമേ കളിക്കുള്ളൂ, ബാഴ്സക്കും റയലിനും വേണ്ടിയിട്ട് മാത്രമേ ഇരു താരങ്ങൾ കളിക്കുന്നുള്ളൂ. റോഡ്രിഗോ, റാഫിന്യ, വിനീഷ്യസ് ഒക്കെ ക്ലബ്ബ് പ്രൊഡക്റ്റുകളാണ് എന്നിവരെയുള്ള ചർച്ചകൾക്കിടയിലാണ് 3 പേർക്കും ഒരുമിച്ച് ബ്രസീലിലേക്ക് വിളി വരുന്നതും മത്സരത്തിൽ ബ്രസീൽ ഗോളടിച്ച് വിജയിക്കുന്നതും കൊളംബിയക്കെതിരെ. നല്ലൊരു തിരിച്ചുവരവാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അർജന്റീനക്കെതിരെയാണ് അടുത്ത മത്സരം. അത് ഒരു 1.5 ഇതിലേറെ ബെറ്റർ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇരു ടീമുകളും പക്കയായതുകൊണ്ട് തന്നെ. ഏതായാലും വിനീഷ്യസ് ജൂനിയറും റാഫിനെയൊക്കെ അവരുടെ മികവ് രാജ്യത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തുടങ്ങി, അല്ലെങ്കിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ 1-2 ഷോട്ടുകളൊക്കെ വേറെ ഉണ്ടായിരുന്നു. നല്ല 1-ാം തരം കളി തന്നെ റാഫിനയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെനാൽറ്റി സ്കോർ ചെയ്യാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. ആ പെനാൽറ്റി വിൻ ചെയ്തത് വിനീഷ്യസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല റിസൾട്ട് തന്നെ ഈ ഒരു മത്സര ശേഷം കിട്ടിയിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാൻ നമുക്ക് അർജന്റീനക്കെതിരെയുള്ള മത്സരം അല്ലേ.